കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ദാസിമാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളുടെ യെഹെസ്കേൽ പ്രവചനത്തിലെ 33-ാം അധ്യായം കഴിഞ്ഞ് 34-ാം അധ്യായത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് നമ്മുടെ 113-ാമത്തെ ക്ലാസ്സാണ്. യെഹെസ്കേൽ പ്രവചനത്തിന് 113-ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 112 ക്ലാസ്സുകളിലും ദൈവിക സാന്നിധ്യവും കൃപയും നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. അനേകരുടെ ജീവിതത്തിലേക്ക് ഇത് അനുഗ്രഹത്തിന് കാരണമായി തീരുവന്നു എന്നറിയുവാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇതിന് പിൻപിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുകയും അവൻ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ 33-ാം അധ്യായം അത് അവസാനിപ്പിക്കുന്നത് യെഹെസ്കേലിൻ്റെ ജീവിതത്തോടുള്ള ഒരു അരുളപ്പാട് അറിയിച്ചാണ് ആ ദൂത് ആ അധ്യായം അവിടെ അവസാനിപ്പിക്കുന്നത്. യെഹെസ്കേലിനോട് പറയുന്നത് ഇങ്ങനെയാണ്: യെഹെസ്കേൽ വാസ്തവത്തിൽ പ്രവാസത്തിൽ കഴിയുന്നു, ദൂതുകൾ പറയുന്നു, അരുളപ്പാടുകൾ അറിയിക്കുന്നു. സിംബോളിക്കായി പല നിലകളിലൂടെ ദൈവിക അരുളപ്പാടുകൾ അറിയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു പ്രവാചകനായി അംഗീകരിക്കുകയോ വേണ്ട വിധത്തിലുള്ളതായ സപ്പോർട്ടോ നൽകിയിരുന്നില്ല. എന്നാൽ ഈ 33-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലെത്തിയപ്പോൾ യഹോവയായ ദൈവം യെഹെസ്കേൽ പറഞ്ഞു: യെഹെസ്കേലേ, മതിലിൻ്റെ അകത്തും വാതുക്കലൊക്കെ നിന്നുകൊണ്ട് ആളുകൾ നിന്നെക്കുറിച്ച് സംഭാഷിക്കുന്നുണ്ട്. നിന്നിൽ കേൾക്കുന്ന അരുളപ്പാടുകളെക്കുറിച്ച് കേൾക്കണമെന്ന് അവർ പരസ്പരം പറഞ്ഞിട്ട് നിൻ്റെ അടുക്കൽ വന്ന അരുളപ്പാട് കേൾക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിൻ്റെ അടുക്കൽ വരുന്നു, ദൈവജനം കേൾക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവരനുസരിക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: അവരെ വളരെ ഹൃദയാമത്തോടെ സ്നേഹത്തോടെ നിൻ്റെ അടുക്കൽ വന്ന് നിൻ്റെ അരികിൽ ഇരുന്ന് ദൈവജനം കേൾക്കുന്നു, പക്ഷേ അവർ അനുസരിക്കുന്നില്ല. അവസാനം ആ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അറിയും. ഇതിനു മുമ്പ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്: ഞാൻ നിന്നെ അവർക്കൊരടയാളമായി വയ്ക്കുമെന്ന് പറഞ്ഞു. യെഹെസ്കേൽ പ്രവാചകനെ ആർക്കും അത്ര അംഗീകാരമല്ലായിരുന്നു. വിവിധ നിലകളിലും ദൈവിക അരുളപ്പാടുകൾ അറിയിച്ചപ്പോഴൊക്കെ തനിക്കൊരു വിലയോ സ്ഥാനമോ ഒരു അംഗീകരണമോ തനിക്ക് ലഭിച്ചിരുന്നില്ല. ആ നിലയിൽ മുൻപോട്ട് പോകുമ്പോൾ ആ ദൈവം പറഞ്ഞ് ഞാൻ നിന്നെ ഒരടയാളമാക്കും. ഇപ്പം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അവരറിയും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന്. ഇതിൽ ഈ ഭാഗത്തും 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവനാമത്തിന് വേണ്ടി ദൈവിക ദൂതുകൾ ദൈവം കൊടുത്ത അരുളപ്പാടുകൾക്ക് കലർപ്പില്ലാതെ ഒറ്റയ്ക്കായാലും നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച പ്രയോജനപ്പെട്ട യെഹെസ്കേലിനെ ആ പ്രവാസത്തിൽ കഴിയുന്ന യഹൂദ സമുദായം, യഹൂദ സമൂഹം അംഗീകരിച്ചില്ല. അവരംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അവസാനത്തിലെത്തിയപ്പോൾ അവർ അവനെ ഒരു പ്രവാചകനായി അംഗീകരിക്കുന്നു. നീണ്ട ചില വർഷങ്ങളായി പ്രവാസത്തിൽ കഴിയുകയാണ്. ഒരു സൈഡ് തന്നെ കിടക്കുന്നു, പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് കിടക്കുന്നു. പലതരത്തിലുള്ളതായ സിംബോളിക്കായി അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുന്നു. എന്നിട്ടൊന്നും തന്നെ അംഗീകരിക്കുകയോ തൻ്റെ അരുളപ്പാടുകൾ ദൈവത്തിൻ്റെ ആണെന്ന് അവർ മനസ്സിലാക്കി തങ്ങളെ തന്നെ ക്രമീകരിക്കുകയോ ചെയ്യാതിരുന്നപ്പോൾ ഇപ്പം തൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്നിട്ട് അവർ അവനെ അംഗീകരിക്കുന്നതായി കാണുന്നു. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ കർത്താവിനെ യഥാർത്ഥമായി സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആരും നമ്മെ അംഗീകരിച്ചില്ലെന്നിരിക്കും.
ആരും നമുക്ക് അനുകൂലമാകുകയില്ല, ആരും നമുക്ക് സപ്പോർട്ട് കാണത്തില്ല. ഒരുപക്ഷെ ഒറ്റപ്പെടലായിരിക്കാം, ഏകാന്തതയാകാം, ഒതുക്കപ്പെടുന്ന അനുഭവങ്ങളാകാം, ഇതൊക്കെയാകാം. എന്നാൽ പരമാർത്ഥതയോടെ വിശ്വസ്തയോടും നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം കർത്താവിനെ പ്രയോജനപ്പെടുമ്പോൾ ഒരു ദിവസം ഇവരുടെ നടുവിൽ നമ്മൾ ആരായിരുന്നു, നമ്മൾ എന്താണ് ജീവിച്ചതെന്നും നമ്മൾ എന്തിനു വേണ്ടിയാണിത് ജീവിച്ചതെന്നും തെളിയിക്കുന്നൊരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ലോകത്തിൽ നമുക്കൊരു ബഹുമാനമോ പ്രശംസാപത്രങ്ങളോ അവാർഡുകളോ ഒന്നും കിട്ടിയില്ലെങ്കിലും ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരന്മാർ, ആരും അറിയാതെ കർത്താവിന് വേണ്ടി രാപകൽ അധ്വാനിക്കുന്ന കർത്തൃദാസന്മാർ, ആരും അറിയാതെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഭക്തന്മാർ, ഈ ലോകത്തിൽ നിങ്ങളെ ആരും അംഗീകരിച്ചില്ലെങ്കിലും നമ്മളെ ഒരു ദിവസം അറിയപ്പെടുന്ന നിലയിൽ നമ്മെ അംഗീകരിക്കുന്ന ഒരു ദിനം നമ്മുടെ മുൻപിലുണ്ട്. ആ ഒരു യാഥാർത്ഥ്യം ഈ രാത്രി ഞങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവിനെ ഇറങ്ങിത്തിരിച്ചിട്ട് നമ്മുടെ കർത്താവിനെ ലോകം സ്വീകരിച്ചത് ക്രൂശ് കൊടുത്താണ്. അങ്ങനെയെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്ന നമുക്കും ലഭിക്കുന്നത് ഈ തരത്തിലുള്ളതായ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. നമ്മളെ അംഗീകരിക്കാത്തൊരു ലോകത്തിലായിരിക്കാം. എന്നാൽ നമ്മളെ മാനിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച സ്ഥാനം, നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തയോട് നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അധികം കൃപ നൽകട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഈ ജനം നിൻ്റെ അടുക്കൽ വരുന്നു, അവർ നീ പറയുന്നത് കേട്ടു, എന്നാൽ അവർ ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ചില്ല. അവർ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, അവർ കർത്താവിനെ സ്നേഹിച്ചില്ല. സ്വങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമാകുന്ന സഹായത്തിന് വേണ്ടി ഇതിൻ്റെ എല്ലാം അനുസരിക്കുന്നതായി കാണിക്കുകയും സ്നേഹിക്കുന്നതായി കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ അകം കൊണ്ട് സ്നേഹിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇവരെക്കുറിച്ച് യെരമ്യാ പ്രവാചകൻ പറയുന്നത്, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ പറയുന്നുണ്ട്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ടോ അവർ എന്നിൽ ദൂരത്തായിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് തന്നെയാണ് നമ്മൾക്ക് യെഹെസ്കേലിൻ്റെ ഈ ഭാഗത്തുനിന്നും കാണാൻ കഴിയുന്നത്. അധരം കൊണ്ട് നന്നായി ബഹുമാനിക്കുന്നു, ഹൃദയത്തിൻ്റെ അകത്ത് ഒരു ബഹുമാനമോ സ്നേഹമോ ഇല്ല. ഈ കാലഘട്ടത്തിലും ആളുകൾ അങ്ങനെയാണ്. ദൈവത്തിൽ വരുന്നു, നന്നായി ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുന്നു, ആമീൻ, ദൈവത്തിൻ്റെ മകനായി ജീവിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ശരിയാണ്. എന്നാൽ കർത്താവിൻ്റെ വചനം പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. കർത്താവിനെ കൽപ്പനകളെ പ്രമാണിക്കാത്തവൻ ഒരിക്കലും കർത്താവിൻ്റെ സ്നേഹിതനാകുവാൻ, കർത്താവിൻ്റെ മകനാകാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരുവനെ സ്നേഹിക്കുന്നു പറയുകയും അവൻ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എങ്കിൽ ഇന്ന് രാത്രിയിൽ അവൻ നിങ്ങൾ ഓർപ്പിച്ച് ഉണർത്തുന്നൊരു കാര്യം, നമ്മൾ കേൾക്കുന്ന വചനം, നമ്മൾ വായിക്കുന്ന വചനം ജീവനും ചൈതന്യമുള്ളതാകിയാൽ അത് ജീവിതത്തെ പ്രാവർത്തികമാക്കി അത് പ്രകാരം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളേവരെയും ഒരുക്കിയെടുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിടെ ഈ ഭാഗം ഇവിടെ നിർത്തിയിട്ട് 34-ാം അധ്യായത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. 34-ാം അധ്യായം ഇസ്രായേലിൽ നിന്നുള്ള ജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള സന്ദേശമാണ്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ പ്രവാസത്തിൽ കഴിയുന്ന ഇസ്രായേലല്ല. നാം കഴിഞ്ഞ കാലങ്ങളിൽ യഹൂദാ ദേശത്തുണ്ടായിരുന്ന ജനത്തെക്കുറിച്ച്, അവർക്ക് നേതൃത്വം കൊടുത്ത ആത്മീയന്മാരായ നേതൃത്വം, അതല്ലെങ്കിൽ സിവിലായിരിക്കുന്ന നേതൃത്വങ്ങൾ, ഇത് രണ്ടും അത് ആടുകളോടുള്ള ബന്ധത്തിലും ഇടയനോടുള്ള ബന്ധത്തിലും ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുകയാണ്. ആടിൻ്റെ ഇടയനും എന്ന് പറയുന്ന ഒരു ആലങ്കാരിക ഭാഷയിലൂടെ, ഒരു
കവിത, ഒരു കഥാരൂപത്തിൽ ഇവിടെ ഈ ഭാഗം ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിലെ ഇടയന്മാർ, ഇസ്രായേലിലെ ആടുകൾ, ഈ നിലയിലാണ് ഇതിനെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തു നിന്നും ഒന്നും രണ്ട് വാക്യം ഒന്ന് വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്ക. നീ പ്രവചിച്ച് അവരോട്, ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയ്ക്കേണ്ടത്. ഓക്കെ, ഇസ്രായേലിലെ അവിശ്വസ്തരായ ഇടയന്മാർക്കെതിരെയുള്ള കുറ്റങ്ങളാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അധ്യായം ആരംഭിക്കുന്നത് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് ഇസ്രായേലിലെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്ക, നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം അവിടെ ആരംഭിക്കുന്നത്. ഇസ്രായേലിലെ ഇടയന്മാർക്കെതിരെയുള്ള ഒരു പ്രവചനമാണിത്. ഇടയനെ കുറിച്ചുള്ള ആശയം എന്ന് പറഞ്ഞാൽ സിവിലായിട്ടുള്ള നേതാക്കന്മാരായാലും ശരി, റിലീജിയസ് നേതാക്കന്മാരായാലും ശരി, അവരെ ഇടയന്മാരോട് സാമ്യപ്പെടുത്തി പറയുന്ന ഒരു കാര്യം അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. പുരാതന കാലഘട്ടം മുതൽ ഇടയന്മാരോട് സാമ്യപ്പെടുത്തി പറയുന്നുണ്ട്. രാജാവിനെ, രാജകുമാരനെ മറ്റും ഇടയന്മാരോട് സാമ്യപ്പെടുത്തി പറയാറുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് വേദഭാഗം വായിച്ച് മുൻപോട്ട് പോകാം. സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നമ്പേഴ്സ് ചാപ്റ്റർ 26 വേഴ്സ് 16. യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുവരുവാനും സകല ജഡത്തിന്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിപ്പോകാതിരിപ്പാൻ, ഇവിടെ മോശയ്ക്ക് ശേഷം ജനത്തെ നയിക്കുവാൻ ഒരു ലീഡർ വേണം, ഒരു രാഷ്ട്രീയ നേതാവ് വേണം. അതിനെ തെരഞ്ഞെടുക്കുന്ന കാര്യമാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജോഷുവയാണ് ഇവിടെ ഇടയൻ എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയും ആ 27-ാം അധ്യായത്തിന് 18-ാമത്തെ വാക്യം വായിച്ച്. യഹോവ മോശയോട് കൽപ്പിച്ചത്, എന്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ ഏലയാസറിന്റെയും സർവഭൂമിയുടെയും മുമ്പാകെ നിർത്തി അവർ കാണുക അവന് ആജ്ഞ കൊടുക്ക. ഓക്കെ, ഇവിടെ ഇടയനായി ചിത്രീകരിച്ചിരിക്കുന്നത് ജോഷുവയാണ്. ജോഷുവെ നീ തെരഞ്ഞെടുക്കണം, അവനെ അഭിഷേകം ചെയ്യണം എന്നിങ്ങനെയുള്ളതായ കാര്യമാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പുരാതന കാലഘട്ടം മുതൽ സിവിൽ ലീഡേഴ്സിനെയും റിലീജിയസ് ലീഡേഴ്സിനെയും ഒക്കെ ഇടയന്മാരോട് സാമ്യപ്പെടുത്തി ഇടയന്മാരായി ചിത്രീകരിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും എന്നാൽ ദൈവജനത്തിൻ്റെ ഇടയിൽ ആത്മീയ നേതാക്കൾ എന്നൊരാശയം ഇടയന്മാരുള്ള ബന്ധത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജെരമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ജെരമ്യ ചാപ്റ്റർ 17 വേഴ്സ് 16. ഞാനോ ഇടയനായി നിന്നെ സേവിപ്പാൻ മടിച്ചില്ല, ദുർദിനം ഞാൻ ആഗ്രഹിച്ചതുമില്ല എന്ന് നീ അറിയുന്നു. എന്റെ അധരങ്ങൾ ഉച്ചരിച്ചത് തിരുമുമ്പിൽ ഇരിക്കുന്നു. ഇവിടെ ഒരു ആത്മീയ നേതൃത്വത്തെ, ഒരു നേതാവിനെ ഇടയനോടുള്ള ബന്ധത്തിൽ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇടയന്മാരെന്ന് പറയുമ്പോൾ അത് സിവിൽ രാജകീയമാകുന്ന രാജാക്കന്മാരോ അല്ലെങ്കിൽ ജനത്തിനെ നയിക്കുന്ന നേതൃത്വത്തെയോ ഇടയനോട് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് ഇസ്രായേൽ രാഷ്ട്രത്തിലെ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആകാം. ഇല്ലാതെ മറ്റൊന്നോ റിലീജിയസ് ലീഡേഴ്സ് ആയിരിക്കുന്ന മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ഇടയന്മാരെന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടമെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കൂട്ടരെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. റിലീജിയസ് നേതാക്കന്മാരായിരിക്കുന്ന പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും രാഷ്ട്രത്തെ നയിക്കുന്ന രാജാക്കന്മാരെയും ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഇവിടെ വായിക്കുന്നത് ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ഇടയൻ ആടുകളെ നോക്കേണ്ട ഒരു വ്യക്തിയാണ്. അവൻ്റെ ജോലി എന്ന് പറയുന്നത് ഇടയൻ ആടിൻ്റെ ആവശ്യം മനസ്സിലാക്കി ആടുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇടയൻ എന്ന പേരിന് ഒരു വലിയ അർത്ഥവ്യാപ്തിയുണ്ട്. അതൊരു വെറും ഒരു കൊച്ചു വാക്കിലോ ഒരു കൊച്ചു വാചകത്തിലോ ഒതുക്കുവാൻ കഴിയുന്നതല്ല ഇടയൻ എന്ന പേരിൻ്റെ അർത്ഥവ്യാപ്തി. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് അർത്ഥവ്യാപ്തികൾ അതിനുണ്ട്. നമുക്കറിയാം, ആടുകളെ സംബന്ധിച്ച് ആടുകൾക്ക് ആഹാരം കണ്ടെത്തണം, അതിനാവശ്യമായ പാർപ്പിടം, അതിനാവശ്യമായ വെള്ളം, ശത്രുക്കളിൽ നിന്നുള്ള ഒരു സംരക്ഷണം, ഇതെല്ലാം ഇടയൻ ആടുകൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. നമ്മളെ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങൾ ഒരു ഇടയൻ്റെ ഡ്യൂട്ടിയാണ്. ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ 2-ാമത്തെ വാക്യം മുതൽ താഴോട്ട് ഒരു ഇടയൻ്റെ ഡ്യൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, കർത്താവ് പറഞ്ഞ യോഹന്നാൻ 10-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഒരു ഇടയൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ഇടയൻ്റെ ഡ്യൂട്ടിയാണ് ആടുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരെ മനസ്സിലാക്കി നയിക്കുക. ഇവിടെ ഭരണാധികാരികളെ ഇടയനോട് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഭരണാധികാരിയെ തന്റെ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ഇടയനെന്ന് വിളിച്ചിരിക്കുന്നത് കൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെയും ആത്മീയ നേതാക്കളോടും സംബന്ധിച്ചും അവർ കൂടുതലും സമയങ്ങൾ കണ്ടെത്തിയിരുന്നത് തങ്ങളുടെ കൈക്കീഴിൽ ഏൽപ്പിച്ചിരുന്ന ആടുകളെ അല്ല അവർ ശ്രദ്ധിച്ചിരുന്നത്. അവർക്ക് വേണ്ട കെയറിങ് കൊടുക്കുവാൻ, അവരെ വളർത്തുക, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുക അല്ലായിരുന്നു അവർ ചെയ്തത്. അവിടെ 2-ാമത്തെ വാക്യത്തിൽ അതെടുത്തു പറയുന്നു, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേൽ ഇടയന്മാർക്ക് അയ്യോ കഷ്ടമെന്ന് പറയുന്നുണ്ട്. അവിടെ എടുത്ത് വായിക്കുന്നു, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേൽ ഇടയന്മാർക്ക്. അടുത്തത്, ആടുകളെ അല്ലയോ ഇടയന്മാർ മേയ്ക്കേണ്ടത്? ആടുകളെയാണ് മേയ്ക്കേണ്ടത്. എന്നാൽ ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഇവർ സ്വയമായി പോറ്റപ്പെടുവാൻ വേണ്ടി അവർ ശ്രദ്ധാലുക്കളായ ഇടയന്മാരായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചത്. എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഇടയന്മാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായി സ്വയമായി അവർ തന്നെത്താൻ പോറ്റുകയാണ്. അവരുടെ ഡ്യൂട്ടി ആടുകളെ ശ്രദ്ധിക്കുന്നതിന് പകരം സ്വന്തമായി തങ്ങൾക്ക് തന്നെ എവിടെയാണ് മേയേണ്ട ഇടമെന്ന് കണ്ടുപിടിക്കുക, തങ്ങൾ എവിടെയാണ് പാർപ്പിക്കേണ്ട ഇടമെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ തങ്ങൾക്ക് തന്നെ ആവശ്യമായിരിക്കുന്ന സാധനങ്ങൾ, ഇടങ്ങൾ കണ്ടെത്തി
ആ നിലയിൽ തങ്ങളെ തന്നെ പോഷിപ്പിക്കുന്ന ഇടയന്മാർ, സ്വാർത്ഥ ഇടയന്മാരിൽ നിന്ന് നമുക്കതിന് പേരിടാം. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളോട് യാതൊരു വിധമാകുന്ന കെയറിങ്ങും കൊടുക്കാതെ തങ്ങൾക്ക് വേണ്ടി വളരുവാൻ, തങ്ങൾ നന്നായി തീരുവാൻ വേണ്ടി സ്വയമായി പോഷിപ്പിക്കപ്പെടുന്ന ഇടയന്മാർ. ആ ഇടയന്മാരെ ദൈവം ശാസിക്കുകയും അവർക്ക് ദൈവം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വ്യക്തമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇടയന്മാരാരെയാണ് പോറ്റേണ്ടത്? ആരെയാണ് മേയ്ക്കേണ്ടത്? തന്നെത്താൻ മേയ്ക്കുകയാണോ വേണ്ടത്? അതോ ആട്ടിൻകൂട്ടത്തെയാണോ പോറ്റേണ്ടത്? ഇടയന്മാരുടെ ഡ്യൂട്ടി എന്താണെന്ന് യഹോവയായ ദൈവം ചോദിക്കുന്നു. ഇടയന്മാർ ആട്ടിൻകൂട്ടത്തെ അല്ലയോ മേയ്ക്കേണ്ടത്, പോറ്റേണ്ടത് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ദൈവഭക്തന്മാരായ ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ഇടയന്മാരും ആ കാലഘട്ടത്തിലെ, അത് മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ആ രാഷ്ട്രം ഭരിക്കുന്ന രാജാക്കന്മാരും മറ്റും സ്വന്തം നേട്ടത്തെക്കാൾ കൂടുതൽ ആട്ടിൻകൂട്ടത്തിന് പ്രയോജനത്തിനായി പ്രവർത്തിക്കണമായിരുന്നു. എന്നാൽ അവർ അത് ചെയ്തില്ല. അതിൽ അവർ അവിശ്വസ്തരായി തീർന്നു. അതുകൊണ്ടാണ് അവരുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം വരുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. തങ്ങളെ ഏൽപ്പിച്ചെടുത്ത് അവർ വിശ്വസ്തരാകാതെ തങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്തെടുക്കുവാൻ വേണ്ടി, തങ്ങൾക്ക് ലഭിച്ച സ്ഥാനത്തിലൂടെയും തങ്ങളുടെ മാനത്തിലൂടെയും തങ്ങളുടെ നയിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് തങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ശ്രമിക്കുന്ന ഇടയന്മാർ, അവർക്ക് അയ്യോ കഷ്ടം എന്ന് നമുക്കിവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കിനി 3-4 വാക്യങ്ങളിലേക്ക് പോകാം. വേഴ്സസ് 3 and 4. നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ല താനും. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. ഇസ്രായേലിലെ അവിശ്വസ്തരായ ഇടയന്മാരുടെ അത്യാഗ്രഹത്തെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ആടുകളെ മേയ്ക്കേണ്ടതിന് പകരം നിങ്ങളുടെ ആടുകളെ മാംസം തിന്നുന്നു, അവരുടെ തോലെടുത്തിട്ട് അതുകൊണ്ട് ആട്ടുരോമം കൊണ്ട് നിങ്ങൾ കമ്പിളികൾ ഉണ്ടാക്കുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നു. ഇസ്രായേലിലെ അവിശ്വസ്തരായ നേതാക്കന്മാർ, അതിനകത്ത് സിവിലുമുണ്ട് സ്പിരിച്വലുമുണ്ട്, രണ്ടുമുണ്ട്. ആത്മീയ നേതൃത്വവും രാജകീയ നേതൃത്വവും, ഇത് രണ്ടും അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ ആട്ടിൻകൂട്ടത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, ചൂഷണം ചെയ്തു എന്ന് നമുക്ക് ഈ ഭാഗത്ത് രേഖപ്പെടുത്തുന്ന അർത്ഥം ഇതാണ്. ഇവർ ആത്മീയ നേതൃത്വവും മറ്റേ നേതൃത്വവും ആട്ടിൻകൂട്ടത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, ചൂഷണം ചെയ്തു. അവരെ പരിപാലിക്കേണ്ടതിന് പകരം അവരെ ചൂഷണം ചെയ്തു. ആട്ടിൻകൂട്ടത്തെ അവർ മേയ്ക്കേണ്ടതുപോലെ മേയിച്ചില്ല. അതാണ് അവിടെ പറഞ്ഞത്. നിങ്ങൾ അവിടെ മാംസം കഴിച്ചു, നിങ്ങൾ അവയുടെ തോല് കൊണ്ട് കമ്പിളി ഉണ്ടാക്കി, നിങ്ങളുടെ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇടയൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഉപജീവന മാർഗം കണ്ടെത്തണം എന്നുള്ളത് വചനത്തിൽ ദൈവം രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഇടയൻ
തൻ്റെ ആടുകളിൽ നിന്ന് ഉപജീവനം കണ്ടെത്തണം, ആടിൻ്റെ പാലിൽ നിന്ന് ഉപജീവനം കണ്ടെത്തണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് തെറ്റില്ല. എന്നാൽ ഈ ആട്ടിൻകൂട്ടത്തോടുള്ള സ്നേഹവും ആടുകളുടെ ആവശ്യങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു ഇടയനായി ഇരിക്കുന്നത് തെറ്റാണ്. ഒന്ന്, ആടുകളെ നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആടുകളെ കൊണ്ട് ഉപജീവന മാർഗം നടത്താം, എന്നാൽ ആ ആടിനെ നോക്കേണ്ടതുപോലെ നോക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കുകയും ആടുകളുടെ ആവശ്യങ്ങൾ അവഗണിക്കുകയും ചെയ്തിട്ട് ഈ നിലയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആട്ടിൻകൂട്ടത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെന്ന് പറയും. അടുത്ത വായിക്കും, നിങ്ങൾ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നില്ല. തിരുവെഴുത്തുകളിൽ ഈ ആശയം വളരെ വിശാലമാകുന്ന നിലയിൽ പല ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവഭക്തനായ ഒരിടയൻ ദൈവത്തിൻ്റെ ആടുകളെ പോറ്റുന്നാൻ എങ്ങനെ പോറ്റണമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മുമ്പേ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു? ബലവാന്മാരായിരിക്കുന്ന, അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ആട്ടം ഒടുക്കി തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു എന്ന്. എന്നിട്ട് അവർക്ക് ബലഹീനമായതിനെ അവർ കരുതുന്നില്ല, രോഗിയായിരിക്കുന്നവനെ അത് ചികിത്സിക്കുന്നില്ല, ഒടിഞ്ഞതിനെ അവർ സൗഖ്യമാക്കുന്നില്ല. എന്നാൽ അവർ അതൊന്നും ചെയ്യാതെ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ദൈവഭക്തനായ ഇടയനെ സംബന്ധിച്ച് ആടുകളെ പോറ്റുക എന്ന് പറയുന്നത്, അതിൻ്റെ പ്രധാന മാർഗം എന്ന് പറയുന്നത് ദൈവവചനം വിശ്വസ്തയോടെ പഠിപ്പിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ഇടയൻ്റെ ജോലി, ആത്മീയ നേതൃത്വത്തിൻ്റെ ജോലി, ഇടയനെ ആടുകളെ ദൈവവചനം നന്നായി വിശ്വസ്തയോടെ പഠിപ്പിക്കുക. ഈ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ മെസ്സേജുകളും ബൈബിൾ സ്റ്റഡികളും വിവിധ മീഡിയയിലൂടെ ഇഷ്ടം പോലുള്ളൊരു കാലഘട്ടമാണ്. ജനങ്ങൾ അതുകൊണ്ട് പലപ്പോഴും ദൈവസഭയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് പല ആളുകളും മറ്റ് പലതിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ദൈവജനം വിശ്വസ്തയോടെ പഠിപ്പിക്കേണ്ട ഇടയന്മാർ പഠിപ്പിക്കാത്തത് കൊണ്ട് അവർ എവിടെയോ കേൾക്കുന്ന വചനം എന്തോ എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് ചാടിപ്പോകുകയും ധാരാളം തെറ്റായ ഉപദേശങ്ങളിൽ പോയി കുരുങ്ങിക്കിടക്കുന്ന വലിയൊരു ആട്ടിൻ കൂട്ടത്തെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. അന്ത്യകാലത്തിന് സകല ജഡത്തിനുമേലും എൻ്റെ ആത്മാവിനെ പകരും. അത് ദൈവം കൊടുത്തൊരു വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. എന്നാൽ ഈ കാലഘട്ടത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും യഥാർത്ഥമായി പഠിപ്പിക്കുകയോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്നോ പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയുള്ള ബന്ധത്തിൽ എന്താണ് പ്രാധാന്യതയെന്നോ ഒരു സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്നോ ഒരു സമൂഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താണെന്നോ എന്നൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കാതെ ആരെവിടെ നോക്കിയാലും
പരിശുദ്ധാത്മാവ് മാത്രം പറയുന്നു. അവിടെ കൊണ്ട് പറഞ്ഞങ്ങ് നിർത്തുക. അവർ ചിന്തിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, പാട്ടിൻ്റെ അവസാനം താളങ്ങൾ തെറ്റുമ്പോൾ കൈയടിക്കുകയും ഒരു ഉപരിവിപ്ലവമായി മാറുകയും ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെന്നാണ് പലരും പഠിപ്പിക്കുകയും എവിടെ നോക്കിയാലും പ്രസംഗിക്കുകയും ചെയ്തത്. അത് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുക. ജനത്തെ തെറ്റായ നിലയിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് കേൾക്കുമ്പോൾ ജനത്തിന് ചിന്താഗതി കൈയടിക്കുക, ബഹളം, ഒരു ഉപരിവിപ്ലവത്തിലേക്ക് നീങ്ങുക, അതിൻ്റെ അവസാനം 2 അന്യഭാഷ പറയുക. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നാണ് നമ്മുടെ ക്രൈസ്തവ ലോകത്തിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. അന്യഭാഷ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അതുണ്ട്. നമ്മുടെ ഇടയിൽ അന്യഭാഷയുണ്ട്. അന്യഭാഷയെ സംസാരിക്കുന്നു, മനുഷ്യരുടെ ദൈവത്വത്തെ സംസാരിക്കുന്നു. അത് ദൂതന്മാരുടെ ഭാഷയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതിനേക്കാൾ പ്രാധാന്യതയുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുണ്ട്. അത് ആരും വേണ്ട വിധത്തിൽ പഠിപ്പിക്കാത്തത് കൊണ്ട് ഇന്നത്തെ എവിടെ നോക്കിയാലും പരിശുദ്ധാത്മാവെന്ന് പറയുകയല്ലാതെ എന്താണെന്ന് ജനത്തെ പഠിപ്പിക്കുകയോ ചെയ്യാതെ ഈ തെറ്റായ നിലയിലേക്ക് ജനത്തെ അതിനകത്ത് കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് പല പെർഫോമൻസ് സ്റ്റേജിൽ കാണിക്കുക, സ്വയമേ കടന്ന് തുള്ളിച്ചാടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ സ്റ്റേജിൽ കയറ്റിയിട്ട് തുള്ളിച്ചാടി കാണിക്കുക, പല നിലകളിലുള്ള പെർഫോമൻസായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം വേറൊരു സ്റ്റേജ് പെർഫോമൻസായി പരിശുദ്ധാത്മാവിനെ മാറ്റിമറിക്കുമ്പോൾ നമ്മുടെ പല കുഞ്ഞുങ്ങളും നമ്മുടെ പല പ്രിയപ്പെട്ടവരും യഥാർത്ഥമാകുന്ന സത്യമറിയാതെ അതിൻ്റെ പിന്നാലെ പോയി ആ ഒരു കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയുന്നത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തോട് ദൈവത്തിൻ്റെ വചനം വിശ്വസ്തയോടെ, അതിൻ്റെ ഉള്ള അർത്ഥത്തിൽ പരമാർത്ഥതയോടെ പഠിപ്പിക്കുവാൻ, അവരെ വചനത്താൽ പോഷിപ്പിക്കുവാൻ ഇടയന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ ബാധ്യസ്ഥരാണ് എന്നൊരു കാര്യം ഞാൻ ഈ ഭാഗത്ത് പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എല്ലാത്തിൻ്റെയും പോയി ചെവി കൊടുക്കാതെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയന്മാരുടെ കീഴിൽ നിന്നുകൊണ്ട് അനുഗ്രഹീതമാകുന്ന നിലയിൽ വചനങ്ങൾ പഠിച്ച് നല്ല വിശ്വസ്ത സാക്ഷികളായി ഉറച്ചു നിൽക്കുന്നവരായി തീരുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആടുകളിൽ നിന്ന് നമുക്കറിയാം ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നുണ്ട് ഇടയനെ സംബന്ധിച്ച്. ആ പാലിൽ നിന്ന് മറ്റ് പല പ്രോഡക്ട്സുകൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ രോമം വർഷത്തിലോറും കത്തിരിച്ച് ആ രോമം കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കി കമ്പിളി വസ്ത്രമായി ഉപയോഗിക്കുന്നു. കൂടാതെ അതിന് മാംസം ഭക്ഷണമായി ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മൾ ഇടയന്മാരായിരിക്കുന്നവർ പറയുന്ന അവർ അവയെ പോറ്റുകയോ അവയെ ശരിയായി പരിപാലിക്കുകയോ ചെയ്തില്ല, അവർ അത് ചെയ്യണമായിരുന്നു എന്ന് പറയുന്നു. ഞാൻ 4ാമത്തെ വാക്യം കൂടി പറഞ്ഞ് ഈ രാത്രിയിൽ നിർത്താം. അവർ വായിക്കുന്നത്, ബലഹീനമായതിനെ നിങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടില്ല, രോഗികളായി കണ്ടതിനെ നിങ്ങൾ സുഖപ്പെടുത്തിയിട്ടില്ല. ഇസ്രായേലിലെ അധികാരികൾ ക്രൂരന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നു.
അവർ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം അവർ സ്വന്തമാക്കാൻ ശ്രമിച്ചു. നമുക്കറിയാം, സോളമനെ തന്നെ എടുക്കാം. താൻ എന്തെല്ലാം ആഗ്രഹിച്ചോ അതെല്ലാം സ്വന്തമാക്കി. അവർ ജനങ്ങൾക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ല. അവിശ്വസ്തരായ ഇടയന്മാർ ദൈവജനത്തിനിടയിലെ വ്യക്തമായ ആവശ്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഒരുപക്ഷെ ആട്ടിൻകൂട്ടത്തിൽ എപ്പോഴും മറഞ്ഞിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ആട്ടിൻകൂട്ടത്തിനകത്തുണ്ട്. പറ്റം പറ്റമായി പോകുമ്പോൾ ഏതെങ്കിലും ഒരു ആടിന് എന്തെങ്കിലും ക്ഷീണം സംഭവിച്ച ഒറ്റയടിക്ക് മനസ്സിലാകത്തില്ല. അതിന് കാലിന് വല്ലതും ഉടവുണ്ടെങ്കിൽ അറിയത്തില്ല. ഏതെങ്കിലും മുള്ളുണ്ടോ കൊണ്ടിട്ട് അറിയത്തില്ല. അത് നന്നായി സസൂക്ഷ്മം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ രാവിലെ വൈകിട്ട് കൂട്ടിൽ നിന്ന് ഇറക്കുമ്പോഴും കയറ്റുമ്പോഴും നല്ലൊരിടയനാണെങ്കിൽ ആ ഇടയനറിയാം ഇന്ന ആടിന് ഇന്ന പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയുകയും ഇടയൻ ആ ഓണ്ട നിമിഷത്തിൽ തന്നെ അതിനാവശ്യമായ പ്രതിക്രിയ നടത്തി ആ ആടിനെ തൻ്റെ ബലഹീനതയിൽ നിന്നും തൻ്റെ സകല രോഗത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള ക്രമീകരണം താൻ ചെയ്തെടുക്കും. എന്നാൽ ഇവിടെ ആട്ടിൻകൂട്ടത്തിനിടയിലെ പ്രശ്നങ്ങൾ വെളിപ്പെട്ടിട്ടും അത് മനസ്സിലായിട്ടും അവർ വേണ്ട വിധത്തിൽ ആളുകളെ ശ്രദ്ധിച്ചില്ല. വെളിപ്പെടുന്നതനുസരിച്ച് ആടുകളിടയിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ അതിനെ പരിപാലിക്കേണ്ടതുപോലെ പരിപാലിച്ചില്ല എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് പറയും. ഈ വാക്കുകൾ വിശ്വസ്തനും ദൈവഭക്തനുമായ ഇടയന്മാരുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ദൈവഭക്തനുമായ ഇടയന് ആടുകളെ അവസ്ഥ നിർണ്ണയിക്കാനുള്ളൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരിടയൻ എപ്പോഴും ഒരു നല്ല ഡോക്ടറുടെ ജ്ഞാനം, ഒരു ഡോക്ടറുടെ തിങ്കിങ്, ഒരു ഡോക്ടറുടെ കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർ ദുർബലന്മാരായിരിക്കുന്നവരെ ശക്തിപ്പെടുത്തുന്നില്ല. രോഗികളെ കാണുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ ഏറ്റവും നല്ല അവിടെ വായിക്കുന്ന ആടുകളെ കൊല്ലുന്നു. ഏറ്റവും നല്ല ആടുകളെ അവിടെ വായിക്കുന്ന മികച്ച ആടുകൾ എന്ന് പറയുന്നത് അടുത്തൊരു നേതൃത്വ നിരയിലേക്ക് വരുവാൻ സാധ്യതയുള്ള മേധസ്സുള്ള ആടുകളെ അവർ കൊല്ലുകയാണ്. കാരണം അടുത്തൊരു നേതൃത്വ നിരയിലേക്ക് ആടുകൾ വളർന്നു വരുമ്പോൾ ഈ നേതൃത്വത്തിലെ തെറ്റുകളെ ചോദ്യം ചെയ്യും. ആ നേതൃത്വത്തോട് എതിർപ്പ് കാണിക്കും. ആ എതിർപ്പ് വരാതിരിക്കുവാൻ വേണ്ടി ഒരുവിധം പച്ച പിടിച്ച് വരുമ്പോൾ തന്നെ മേധസ്സുള്ളതിനെ അവർ കൊല്ലുകയാണ്. എന്നാൽ അതേസമയം ദുർബലരായിരിക്കുന്ന ആടുകളെ പരിപാലിക്കുകയോ രോഗികളായിരിക്കുന്ന ആടുകളെ ശുശ്രൂഷിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് ഭാഗോട് നിർത്തുന്നു. നാം മനസ്സിലാക്കേണ്ട വസ്തുത, ഇത് ഇടയന്മാരുടെ ബന്ധത്തിലാണ് പറയുന്നത്. ഇസ്രായേലിലെ ഇടയന്മാർ രാഷ്ട്രീയപരമായും ആത്മീയപരമായ ഇടയന്മാർ, അവർ ആടുകളെ ശ്രദ്ധിച്ചിരുന്നില്ല. നാം ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ അതുകൊണ്ട് ദേശത്തിന് എന്ത് സംഭവിച്ചെന്നും ആടുകൾക്ക് എന്ത് സംഭവിച്ചെന്നൊക്കെ വളരെ വ്യക്തമായി താഴോട്ടുള്ള ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഈ രാത്രി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഒന്ന്, ഇടയന്മാരായിരിക്കുന്നവർ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച് വചനത്തിലൂടെ ആടുകളെ പോഷിപ്പിക്കുന്നവരായി തീരണം. ഇല്ല എങ്കിൽ ആടുകൾ തെറ്റായി പലതും പഠിക്കുകയും ദുരുപദേശങ്ങളിൽ കുടുങ്ങി അവർ ജീവിതം മറ്റൊന്നായി മാറുകയും ചെയ്യും. ദുരുപദേശങ്ങൾ ആരംഭ കാലഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ അധികമായി
വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. ജനത്തിൻ്റെ ബുദ്ധികൾ വളർന്നു കഴിഞ്ഞപ്പോൾ തെറ്റായ നിലയിൽ ചിത്രീകരിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇതിനൊക്കെ നടുവിൽ ദൈവജന യഥാർത്ഥമായി പഠിച്ച് വിശ്വസ്തയോട് ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ നൽകട്ടെ. വിശ്വസ്തയോട് ദൈവജനം പഠിപ്പിക്കുവാൻ ദൈവം തന്നെ ദാസന്മാരെ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.